ഒരിക്കൽ കൂടി മുംബൈ മലയാളി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിഗ് ബോസിൻ്റെ വീക്കെൻഡ് വിശകലനം അല്ലെങ്കിൽ വാരാന്ത്യ വിശകലനം അതിനെക്കുറിച്ചാണ്. ബിഗ് ബോസ് ഷോ കാണുന്ന ഒരാൾ എന്ന നിലയിൽ തന്നെ പക്ഷപാതപരമായിട്ടല്ലാത്ത വിശകലനമാണ് ഇവിടെ പറയുന്നത്. കാരണം നമ്മൾ കാണുന്ന ഈ ബിഗ് ബോസ് എപ്പിസോഡുകൾ ചിലപ്പോൾ ഇടയ്ക്ക് മിസ് ചെയ്യാറുള്ളപ്പോഴാണെങ്കിലും അത് ഒന്നിച്ച് എപ്പിസോഡ് വൈസ് നമുക്ക് കാണാനുള്ള അവസരമുണ്ട്. അപ്പോൾ നമുക്ക് അത് കാണുകയും ചെയ്യാം. അങ്ങനെ കാണാറുണ്ട്. ഈ ബിഗ് ബോസ് ഹൗസിൽ ഇപ്പോൾ 10 പേരാണ് നിലവിൽ നിലനിൽക്കുന്നത്. അതിൽ നമുക്ക് മനസ്സിലായത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട ഒരു പ്രാങ്ക് എവിക്ഷൻ പരിപാടി നമ്മൾ കണ്ടു. ഇത് ടൈം പാസ് വേണ്ടി അല്ലെങ്കിൽ ഈ ബിഗ് ബോസ് ഹൗസിലെ 10 പേർക്ക് ഉണ്ടാകുന്ന ഉദാസീനത മാറ്റുവാനുള്ള ഒരു പരിപാടിയായിട്ടേ നമ്മൾ കരുതേണ്ടതുള്ളൂ. കാരണം അവരിൽ തന്നെ പെട്ടെന്ന് റിയാക്ഷൻസ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അതിൽ തന്നെ ഷാനവാസ് എന്ന കണ്ടസ്റ്റൻറ്റിനെ കൊണ്ട് പ്രാങ്ക് ചെയ്യിപ്പിച്ചത് അദ്ദേഹത്തിനോട് എത്ര പേർക്ക് ആത്മാർത്ഥതയുണ്ട്, എത്ര പേർക്ക് വെറുപ്പുണ്ട് എന്നൊക്കെ മനസ്സിലാക്കാനും, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ടാക്ടിക് ഗെയിം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഈ ഗ്രൂപ്പിസം ഉണ്ടാക്കിയിട്ട് അവരെ കൺവിൻസ് ചെയ്ത് കൊണ്ടുവരുന്ന ആ ഒരു കഴിവ് എങ്ങനെയുണ്ട് എന്ന് അളക്കാനും കൂടി ബിഗ് ബോസ് ചെയ്തതാകാം ഒരുപക്ഷെ. എന്തായാലും അതൊരു വിജയമായി അദ്ദേഹം ആഘോഷിക്കുന്നുണ്ട്. അതങ്ങനെ തന്നെ കരുതാം, ഒരു വിജയമാണ്. കാരണം ആദില എന്ന ആളിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് എല്ലാവരും പറയണം എന്ന് പറഞ്ഞപ്പോൾ 6 പേരെ കൊണ്ട് അത് പറയിപ്പിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥ സുഹൃത്ത് എന്ന് അദ്ദേഹം അവകാശപ്പെടുന്ന, ഷാനവാസ് അവകാശപ്പെടുന്ന അനീഷ് എന്നോട് മിണ്ടാതിരിക്കുന്നു അക്കാര്യത്തെക്കുറിച്ച്. കാരണം അദ്ദേഹം എന്ത് പറഞ്ഞാലും പിന്നെ കാര്യങ്ങളില്ല, 6 പേര് ഉറപ്പായി എന്ന് അദ്ദേഹത്തിന് ബോധ്യമുള്ളതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു കാണില്ല. ഒരുപക്ഷെ പറയാൻ അദ്ദേഹം ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നായിരിക്കാം. കാരണം അനീഷ് ഒരു ഗെയിമും അവിടെ കളിക്കണ്ട, അല്ലെങ്കിൽ വലിയ ഒരു ഇതായി പോകണ്ട എന്ന് അദ്ദേഹത്തിനൊരു തോന്നൽ ഉള്ളതിൻ്റെ ഉള്ളിലുണ്ടോ എന്നും ഒരു സംശയമുണ്ട്. പക്ഷേ അത് അദ്ദേഹത്തിന് അനുകൂലമായി സംഭവിച്ചിരിക്കുകയാണ് അനീഷിന്. കാരണം അനീഷിന് ആര്യൻ എന്ന് പറഞ്ഞ വ്യക്തിത്വത്തെക്കുറിച്ച് വളരെയധികം കള്ളത്തരങ്ങൾ അദ്ദേഹം കാട്ടിക്കുട്ടി. ആദ്യം മുതൽ ബിഗ് ബോസ് തുടക്കം മുതൽ ഇപ്പോൾ വരെ അദ്ദേഹം കാട്ടിക്കുട്ടി നിലനിന്ന് പോകാനും കാട്ടിക്കൂട്ടിയ കള്ളത്തരങ്ങൾ അദ്ദേഹം വെട്ടി തുറന്ന് പറയുന്നു. ഫ്രാങ്ക് എവിക്ഷനിൽ ആര് പോകണം എന്ന്, എവിക്ഷൻ എന്ന് തന്നെ പറയാം. ഫ്രാങ്ക് എവിക്ഷൻ എന്നുള്ളത് പിന്നീടാണ് എല്ലാ കണ്ടസ്റ്റൻറ്റും ബോധ്യമായത്. അദ്ദേഹം ആര്യൻ്റെ പേര് പറയുന്നു. അത് അദ്ദേഹം പറഞ്ഞെങ്കിലും ആര്യൻ തീർച്ചയായും ഫൈനലിൽ വരുന്ന കണ്ടസ്റ്റൻ്റ് ആണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. അദ്ദേഹം നല്ലൊരു ഗെയിമറാണ്, ആ നിലയിൽ അദ്ദേഹം ടോപ്പിൽ നിൽക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കള്ളത്തരങ്ങൾ തുറന്നു കാട്ടുവാൻ അനീഷിനെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അതുപോലെ അനുമോളിൻ്റെ ഫേക്കത്തരം എന്ന് വേണമെങ്കിൽ പറയാം, ഫേക്ക് ഡ്രാമകൾ, അതായത് മഹാനടി എന്ന് അനീഷ് അഭിസംബോധന ചെയ്തത് വളരെ ഉചിതമായി തന്നെ തോന്നി. അവർ നല്ലപോലെ ഷോയിൽ അഭിനയിക്കാൻ മുൻകൂട്ടി തയ്യാറെടുപ്പുകൾ നടത്തുന്ന ക്ലോസപ്പ് സീനുകൾ ബിഗ് ബോസ് തന്നെ നമുക്ക് കാട്ടി തന്നിട്ടുണ്ട്. ആദില ഔട്ടാകാൻ പോകുന്നു എന്നൊക്കെ അറിഞ്ഞുകൊണ്ട് ഏകദേശം ആദ്യം തന്നെ തയ്യാറെടുപ്പുകൾ നടത്തി വരുന്ന അനുമോൾ മുഖഭാവങ്ങളിലൊക്കെ നമ്മൾ കണ്ടു. എന്തായാലും അനുമോൾ ഫൈനലിൽ വരും എന്ന് ഏകദേശം ഒക്കെ ഉറപ്പാണ് എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ നിവിൻ എന്ന ആ ഒരു കോമഡി ക്യാരക്ടർ എന്ന് വേണമെങ്കിൽ പറയാം. ചില സമയത്ത് അദ്ദേഹം മാറിപ്പോകുന്നെങ്കിലും അദ്ദേഹം കോമഡി കണ്ടൻറ്റ് അവതരിപ്പിക്കാൻ ഒരാൾ ഇപ്പോൾ നിവിനുണ്ട്. പക്ഷേ കുസൃതി തരങ്ങൾ കാട്ടി അങ്ങനെയൊക്കെ പെരുമാറാനൊക്കെ ശ്രമിച്ച് ആര്യൻ അവിടെ ഗെയിം കളിച്ച് ടോപ്പായി ഒക്കെ നിൽക്കുന്നുണ്ടെങ്കിലും ഈ കള്ളത്തരങ്ങൾ പുറത്തു വന്നുകൂടി അദ്ദേഹം വളരെയധികം ഡൗൺ ആയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു മെൻ്റലി. പക്ഷേ അദ്ദേഹം സ്ട്രോങ് ആയിട്ട് തിരിച്ചു വരാനൊക്കെ ശ്രമിക്കും. അനീഷ് ഈ നടപടിക്രമങ്ങളിലൊന്നും ഉൾപ്പെടാതെ പ്രാങ്ക് ആയിപ്പോയി എങ്കിലും, അനീഷും പ്രാങ്ക് ആയിപ്പോയി എങ്കിലും അതിൽ മറ്റുള്ളവരും പലരുമുണ്ട്. എങ്കിലും അനീഷിൻ്റെ ശരിയായിട്ടുള്ള ഒരു നടപടികൾ, രീതികൾ ഒക്കെ നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ സത്യസന്ധമായ രീതി. പക്ഷേ അദ്ദേഹം ഒരു നല്ല ഗെയിമർ കൂടിയാണ് മൈൻഡ് ഗെയിമിൽ, അത് പറയാതിരിക്കാൻ വയ്യ. അദ്ദേഹം എന്തായാലും ഷാനവാസിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഇനി ഗെയിം കളിക്കുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും മറ്റുള്ള കണ്ടസ്റ്റൻറ്റുകളുടെയൊക്കെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് അറിയില്ല. ഇന്ന് വീക്കെൻഡ് എവിക്ഷൻ വരുമ്പോൾ അതിലധികമോ പേർ നാളെ കൂടി എവിക്റ്റഡ് ആകാൻ സാധ്യതയുണ്ട്. എന്തായാലും ആദില, നൂറ അവർക്ക് 2 പേർക്കും ഇപ്പോൾ തൽക്കാലം രക്ഷപ്പെട്ട് നിൽക്കാമെങ്കിലും ഫൈനലിൽ ഇവരിൽ ഒരാളെ വരുള്ളൂ എന്നുറപ്പാണ്. അപ്പോൾ 5 പേരിൽ ഫൈനലിൽ. അപ്പോൾ നമുക്ക് ആരൊക്കെയെന്ന് നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യുക. വരുവാൻ സാധ്യതയുള്ള ഈ 80-80 ദിവസം അടുക്കുമ്പോഴേക്കും ഏകദേശം 20 ദിവസം കൂടി ഇനിയും ബാക്കി നിൽക്കുന്ന ഒരു അവസരം വരുന്ന ഈ അവസരത്തിൽ ആരൊക്കെ ഔട്ട് എന്ന് നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യുവാൻ ശ്രദ്ധിക്കുക. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. വീണ്ടും അടുത്ത വീഡിയോയുമായി വരുന്നതിലേക്ക് വരെ ഗുഡ് ബൈ. ജയ് ഭാരത് മാതാ.